എന്തായാലും ഈ മഴക്കാലത്ത് ഒരു സവിശേഷ കാഴ്ചയായി മാറുന്നത് ഒരു കപ്പൽ മറിയുകയും അതിലെ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയുന്നതുമൊക്കെയാണ്. ഏകദേശം 96 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും തന്നെ ഈ കണ്ടെയ്നറുകൾ തീരത്തെത്തുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വേലിയിറക്ക സമയത്ത് കണ്ടെയ്നറുകൾ മാറ്റാനായിരിക്കും നടപടികൾ സ്വീകരിക്കുക. അത് വിജയിച്ചില്ലെങ്കിൽ നാളെ രാവിലെയും ശ്രമം തുടരും. കണ്ടെയ്നറുകൾ നീക്കാനുള്ള കരാർ സ്വകാര്യ കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, നിലവിൽ എത്ര കണ്ടെയ്നറുകൾ കൃത്യമായി തീരത്തടിഞ്ഞിട്ടുണ്ട്? ഇപ്പോഴും ഒഴുകി നടക്കുന്ന നിലയിലുണ്ടോ? ഇത് മാറ്റുക എന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണല്ലോ. എങ്ങനെയാണ് അതിൻ്റെ നടപടികൾ? ദിവിഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 13 കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ മറ്റു സ്ഥലങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയുണ്ട്, കൊല്ലം വെസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, കൊല്ലം ഈസ്റ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കണ്ടെയ്നർ ഒഴുകിയെത്തിയിട്ടുണ്ട്. അത് ഒക്കെ തന്നെ ഏതാണ്ട് 31 കണ്ടെയ്നറുകളുണ്ട്. അതിൽ 4 മാത്രമാണ് ഉൽപ്പന്നങ്ങളുള്ളത്. ബാക്കിയുള്ള കണ്ടെയ്നറുകളെല്ലാം കാലിയാണ്. അത് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് ഇവിടെ നിന്ന് മാറ്റി കൊല്ലം പോർട്ടിലേക്ക് കണ്ടെയ്നർ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ദൗത്യം. അതിനായി സ്വകാര്യ കമ്പനിക്ക് ഒരു കരാർ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കപ്പലിൻ്റെ ഉടമകൾ. അതിനുവേണ്ടിയുള്ള ശ്രമം 4:00 ആരംഭിക്കും. 4:30 ഒരു നീക്കം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്താ നമ്മൾ 4:00 എന്താ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? ടോയിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടോ ചെയ്ത് കണ്ടെയ്നറിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം കൊല്ലം പോർട്ടിലോട്ട്. ഇവിടെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എത്ര കണ്ടെയ്നർ ഉണ്ടെന്ന്? ഇപ്പം ഒരു 16 കണ്ടെയ്നറാണ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് ഇതുവരെ ഉള്ളത്. കസ്റ്റംസ്, അതായത് ആലപ്പുഴയും കൊല്ലവും കൂടെ ആണോ അത് മൊത്തം കൊല്ലത്ത് മാത്രമോ? കൊല്ലത്ത് മാത്രം 16 കണ്ടെയ്നർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ രീതി നമ്മളത് കൊണ്ടുപോകുന്നത്? ഇപ്പം എവിടെയാണ് നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരിക്കലും ട്രെയിലറും ഇതും കയറാൻ പറ്റുന്നില്ല. അതിനുള്ള സ്പേസ് ഇല്ല. ഹെവി ക്രെയിൻ വേണം. ഒരു 100 ടൺ ക്രെയിനാണ് നമുക്ക് റിക്വയർമെൻ്റ് ഉള്ളത്. അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബൈ സീ മാത്രമാണ് നമുക്കൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, ടോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഓൾറെഡി നമ്മൾ ഡൈവേഴ്സും ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിക്ക് ഇതുപോലെ ഒരു ഓപ്പറേഷൻ നടത്തി എക്സ്പീരിയൻസ് ഉള്ളതാണോ? ബേസിക്കലി ഞാൻ നേവിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൽ നിന്നും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹസാർഡ്നസ് ഒത്തിരി കേസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ കമ്പനി മൂലം നമ്മൾ അത് യൂസ് ചെയ്യുന്നതെന്നുള്ള. ഇത് ഇവിടുന്ന് മാറ്റാനുള്ള കരാറാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതെ, താങ്ക് യു. ഓക്കെ, അതായത് 4:00 ഇവിടെ നിന്ന് ആദ്യ കണ്ടെയ്നർ മാറ്റാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ആ കമ്പനി അധികൃതർ, ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള ആളാണ് സംസാരിച്ചത്. മനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ കണ്ടെയ്നർ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത്. നേരത്തെ രാവിലെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിത്തുടങ്ങിയതും. ആ കണ്ടെയ്നറൊക്കെ തന്നെ ഒരു കയർ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കെട്ടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പൂർണ്ണമായും ഇപ്പോൾ ഈ തീരത്തടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളിൽ അതിൽ എന്ത് വസ്തുക്കളാണ് ഉള്ളത്? അതിൽ 31 കണ്ടെയ്നറുകൾ ഉണ്ട്. അതിൽ 4 മാത്രമാണ് വസ്തുക്കൾ ഉള്ളത്. അതിൽ ഒന്ന് ചൈനീസ് നിർമ്മിത ചായപ്പൊടിയാണ്, ഗ്രീൻ ടീ ആണ്. ചൈനീസ് നിർമ്മിത ഗ്രീൻ ടീ ആണുള്ളത്. രണ്ടാമത്തേതിൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആണ്. മൂന്നാമത്തേതിൽ തുണിത്തരങ്ങളാണ്. നാലാമത്തേതിൽ ന്യൂസ് പ്രിന്റ്. അങ്ങനെ 4 കണ്ടെയ്നർ മാത്രമാണ് തുറന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള കണ്ടെയ്നറുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കടലിലേക്ക് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് തീരത്തേക്ക് ഒഴുകി ഇത് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വലിയ ഭാരമുള്ള ഭാരമുള്ള വസ്തുക്കളൊക്കെ ഉള്ള കണ്ടെയ്നർ ആഴക്കടലിലേക്ക് പതിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ്. നിലവിൽ അല്പസമയത്തിനുള്ളിൽ 4:00 ഇവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ മാറ്റാൻ വേണ്ടിയുള്ളൊരു നീക്കം ആരംഭിക്കും. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 8 കണ്ടെയ്നർ, എൻ്റെ കൺമുന്നിൽ 8 കണ്ടെയ്നറാണുള്ളത്. അതുപോലെ തന്നെ തൊട്ട് അടുത്ത പ്രദേശത്ത്, അതായത് കൊല്ലം ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഇപ്പം ഇവിടുന്ന് മാറ്റുന്ന കണ്ടെയ്നർ ആദ്യഘട്ടത്തിൽ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക? ദിവിഷ്, ക്രെയിൻ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്രെയിനോ വലിയ ലോറികളോ ഒന്നും തന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ചെറിയ വീതി കുറഞ്ഞ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ക്രെയിനോ മറ്റു കാര്യങ്ങളോ കൊണ്ടുവരാൻ സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന കണ്ടെയ്നറുകൾ കെട്ടി വലിച്ച് കടലിലേക്ക് കൊണ്ടുപോകുക. കടലിൽ നിന്ന് നേരെ കൊല്ലം പോർട്ടിൻ്റെ ഭാഗത്തേക്ക് അതിനെ എത്തിക്കുക. പോർട്ടിൻ്റെ ഭാഗത്തെത്തിച്ച് പിന്നീട് റോഡ് മാർഗം സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആലോചന. അത് ഇന്ന് വൈകിട്ട് 4:30 മുതൽ 6:30 വരെ വേലിയിറക്ക സമയമാണ്. ആ സമയത്ത് ശ്രമിക്കും. അത് വിജയിച്ചില്ലെങ്കിൽ നാളെ പുലർച്ചെ 4:30 മുതൽ രാവിലെ 6:30 വരെയുള്ള ഒരു സമയത്ത് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തും.
നിലവിൽ ഈ പ്രദേശമാകെ തെർമോക്കോൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിൻ്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന തെർമോക്കോൾ എല്ലാം തന്നെ ഈ കൊല്ലം ജില്ലയുടെ തീരമേഖലയിലെല്ലാം തന്നെ അഴിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാസവസ്തുക്കൾ ഈ കടലിൽ കലർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെള്ളവും അതുപോലെ തന്നെ തെർമോക്കോളിൻ്റെ ഭാഗങ്ങളും ഒക്കെ തന്നെ രാവിലെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ആയിരിക്കും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ റിപ്പോർട്ട് ലഭിക്കുക. അതിനുശേഷം ബാക്കി നടപടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചൊരു ധാരണയിലേക്ക് അല്ലെങ്കിൽ ചർച്ചയിലേക്കൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം പോകും. ശരി, കണ്ണനാണ് ശക്തികുളങ്ങരയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നിലവിൽ അവിടെ കണ്ടെയ്നറുകൾ അടിഞ്ഞു കിടക്കുന്നു. അതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. മറ്റെല്ലാം കാലിയാണ്. ഒരുപക്ഷെ അത് കടലിൽ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കാലി കണ്ടെയ്നറുകളാകും. ഇപ്പോൾ നിലവിൽ അത് ഒരു സ്വകാര്യ കമ്പനി കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ്. 4:30 മുതൽ അതിനുള്ള നടപടികളിലേക്ക് അവർ കടക്കും.